ഹെവൻലി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് വേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബൈൻഡിങ് വേഴ്സ് എന്ന് പറയുന്നത് നമ്മളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടോ സ്വമേധയാ വയ്ക്കുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഹെവൻലി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ മേൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. ഇത് ആര് പ്ലേസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവൻസ് തന്നെ നേരിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ആർക്കും അറിയില്ല. ഇതുവരെ സീരീസിൽ 3 പേർക്കാണ് ഹെവൻലി റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. ആ 3 പേരുടെ കേസിലും കേഴ്സ്ഡ് എനർജിയും ഫിസിക്കൽ സ്ട്രെങ്തും തമ്മിലായിരിക്കും ബാലൻസ് വരുന്നത്. കേഴ്സ്ഡ് എനർജി കൂടുതലാണെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ കേഴ്സ്ഡ് എനർജി കുറവാണെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് അതിനനുസരിച്ച് കൂടും. മെക്കമാരുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കേഴ്സ്ഡ് എനർജി അവന് ജനിച്ച സമയത്തേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സൈസിനും ഷേപ്പിനും ഒക്കെ ഉള്ള റോബോട്ട്സിനെയും പപ്പറ്റ്സിനെയൊക്കെ അവന് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നത്. പക്ഷേ അത് കാരണം വളരെ വീക്കായിട്ടുള്ളൊരു ബോഡിയാണ് അവനുള്ളത്. പല ബോഡി പാർട്സും മിസ്സിങ് ആണ്. അതുപോലെ തന്നെ മൂൺലൈറ്റ് അടിച്ചാൽ പോലും പൊള്ളിപ്പോകുന്ന സ്കിന്നുമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ടോജി. ടോജിക്ക് 0 കേഴ്സ്ഡ് എനർജിയാണ് ഉള്ളത്. സാധാരണ എല്ലാ ആൾക്കാരിലും കുറച്ചെങ്കിലും കേഴ്സ്ഡ് എനർജി ഉണ്ടാവാറുണ്ട്. അത് കേഴ്സ് യൂസേഴ്സ് തന്നെ ആവണമെന്നില്ല. പക്ഷേ ടോജിയുടെ ശരീരത്തിൽ ഒരിറ്റ് കേഴ്സ്ഡ് എനർജി പോലും ഇല്ല. അത് കാരണം മറ്റൊരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസാണ് ടോജിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സ്ട്രെങ്ത് ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വേറെ ലെവലിലാണ്. അതുമാത്രമല്ല ടോജിക്ക് കേഴ്സ് സ്പിരിറ്റ്സിനെ കാണാനും പറ്റും. സാധാരണ കേഴ്സ്ഡ് എനർജി ഉള്ളവർക്ക് പോലും കേഴ്സ് സ്പിരിറ്റ്സിനെ കാണാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് കേഴ്സ്ഡ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കേഴ്സ് സ്പിരിറ്റ്സിനെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ടോജിക്ക് ഒട്ടും കേഴ്സ്ഡ് എനർജി ഇല്ലെങ്കിൽ പോലും ഇതിനേക്ക് നേരിട്ട് കാണാൻ പറ്റും. കാരണം അവൻ്റെ കാഴ്ചയും കേൾവിയും എല്ലാം വേറൊരു തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേക്ക് നേരിട്ട് കാണാനും സെൻസ് ചെയ്യാനും ഒക്കെ അവൻ ഈസി ആയിട്ട് പറ്റും. ഈ കഴിവുകളൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സെക്കൻഡ് സീസണിൽ കാണിച്ചതുമാണ്. ടോജിയുമായിട്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മാക്കിക്ക്. മാക്കിക്ക് പക്ഷേ 0 കേഴ്സ്ഡ് എനർജി അല്ല, ചെറിയ രീതിയിലുള്ള കേഴ്സ്ഡ് എനർജി ഉണ്ട്. അതിനനുസരിച്ചുള്ള ഫിസിക്കൽ സ്ട്രെങ്തും ഉണ്ട്. അതും ഫസ്റ്റ് സീസണിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മാക്കിയുടെ കണ്ടീഷനിൽ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. അത് മാങ്ക സ്പോയിലേഴ്സ് ആയി പോകും. അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല.